ഇന്റർവ്യൂ ഹിറ്റ് ആവാൻ കുറച്ച് പിള്ളേരെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഥകൾ ഹിറ്റ് എന്ന് വെച്ചാൽ ഞാനും കുറച്ച് കഥകൾ ഉണ്ടെങ്കിൽ ഇന്റർവ്യൂ ഹിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ പോലെ ഇരിക്കുന്ന ആൾക്കാരുടെ ഒന്നും ഒരു ആവശ്യമില്ല. ക്യാമറ ഓൺ ചെയ്യുക, ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ട് ഞാൻ വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവൻ അവിടെ ഇൻസൾട്ട് ചെയ്യുന്ന ഇവന്റെ തന്നെയാണ്. ഇവന്റെ ജോലി ഇതല്ലാത്ത വേറെ കുറെ ചാനലുകളുണ്ട്. അവിടെ ഇന്റർവ്യൂ ഹിറ്റ് ആവുന്നതിന്റെ കാരണം ആ ഇന്റർവ്യൂ എടുക്കുന്ന ഹോസ്റ്റ് ആണെന്ന് ഞാൻ ആളുടെ ആളുടെ ചോദ്യങ്ങൾ. ആ നിനക്ക് ആ നിലവാരം ഉണ്ടെങ്കിൽ ആ നിലവാരം നിന്റെ ഇന്റർവ്യൂവിൽ ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോ ഇപ്പൊ നീ ഒന്ന് ധ്യാൻ ചേട്ടൻ ഒന്ന് അടുത്ത 1-0 അറിഞ്ഞു. മലയാളത്തിന്റെ മഹാ എഴുത്തുകാരനും സംവിധായകനും മഹാ അലമ്പൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, മഹാകവി കേട്ടിട്ടുണ്ട്, മഹാ എഴുത്തുകാരൻ പ്രഗത്ഭരായ തിരക്കഥാകൃത്തും ഏറ്റവും ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന സിനിമകളുടെ സംവിധായകനുമായ ശ്രീനിവാസൻ. അദ്ദേഹം വിനീത് ശ്രീനിവാസന് കൊടുത്ത ഒരു ഉപദേശമുണ്ട് സ്ക്രീൻ പ്ലേയുമായി സംബന്ധിച്ച്. 15 നല്ല സീനുകൾ, നല്ലൊരു ക്ലൈമാക്സ് ഉണ്ടെങ്കിൽ നല്ലൊരു പടം നിനക്ക് ചെയ്യാൻ പറ്റും. നല്ലൊരു തിരക്കഥ അങ്ങനെ ഉണ്ടാവുന്നത്. ധ്യാൻ ചേട്ടൻ അങ്ങനെ കിട്ടിയ ഒരു ഉപദേശം, ധ്യാൻ ചേട്ടൻ മനസ്സിലാക്കിയ ഒരു സ്ക്രീൻ പ്ലേ ഹാക്ക് എന്താ? ഏത് സാധനം? സ്ക്രീൻ ഇതിപ്പോ മത്സരമല്ലല്ലോ, ചോദ്യമല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞത്, നീ നിന്റെ തൊഴിൽ നീ മറക്കുന്നു. എന്നോട് മത്സരിക്കാനല്ല നീ ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതും. എന്നാ എന്റെ സാധനം ഉണ്ട്, അവിടെ നിൽക്കി ഞാനിത് പറയുന്നത് കേക്ക്. അല്ല ശരിക്കും സ്ക്രീൻ പ്ലേ ഹാക്ക് അങ്ങനെ ഒരു ഹാക്ക് എനിക്കറിയെങ്കിൽ ഓക്കെ. അതിപ്പോ അറിയാവുന്ന ബേസിക് മാത്രമേ ഉള്ളൂ. അങ്ങനെയൊന്നും പറയണ്ട, ആവശ്യമില്ല. നല്ലത് അല്ല അത് ഉത്തരം പറഞ്ഞില്ല. നിങ്ങൾക്ക് തുടങ്ങുന്നോണ്ട് ചോദിക്കുക, നിങ്ങൾക്ക് അടുത്തിരിക്കണമെന്നുണ്ടോ? ഇടയ്ക്ക് കിടന്ന് ബുദ്ധിമുട്ടുണ്ടാവും. അവനെന്താ അടുത്തിരിക്കട്ടെന്ന് പറഞ്ഞത് അറിയോ? കുറച്ച് വിവാദപരമായ കാര്യം ഞാൻ പറയുമ്പം ആ 2 ഷോട്ടിൽ അവന് വരണ്ട. അത് സെപ്പറേറ്റ് ക്ലോസ് വെച്ചാൽ മതി, ചെയ്ത് പോലും വരണ്ട. അല്ല നാളെ കുറിപ്പ് വരുമ്പോ പറയും അജു വർഗീസ് പറയുന്നത് പിന്താങ്ങി ആങ്കറും ആക്ടറുമായി ചെയ്യുക. നിനക്ക് ഞാൻ പടം ചെയ്തതിൽ അത്ര ഇഷ്ടമില്ലെന്ന് തോന്നുന്നല്ലോ. വിവാദ പ്രസ്താവനകളോട് ചുവട് വെച്ച് പിന്താങ്ങി ആക്ടർ ചെയ്യുക. ഇനി നമ്മൾ വെറുതെ പറഞ്ഞാൽ മതി. അതിപ്പോ എന്താ പ്രശ്നം അറിയാമോ? ഞാൻ കഴിഞ്ഞ ഇതുപോലൊരു ഇന്റർവ്യൂവിന് ഇരുന്നപ്പോ ഞാൻ അടുത്തിങ്ങനെ ഇരിക്കുക. അപ്പൊ അടുത്തിങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പൊ സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോൺട്രവേഴ്സിനെ കുറിച്ചുള്ള ഇന്റർവ്യൂ ആണ്. അപ്പൊ എനിക്ക് അതിനെതിരെ അഭിപ്രായമുണ്ട്. പക്ഷെ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരാൾ ഇങ്ങനെ അടുത്തിരുന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ അപ്പൊ അടുത്തത് പറയാൻ പോകുമ്പോ ഞാൻ അപ്പൊ ഞാൻ പിന്താങ്ങി പോയി പല ഘട്ടങ്ങളിലും. അത് അബദ്ധം എനിക്ക് ഇതിൽ പറ്റൂല. ഇവിടെ നല്ല നീ അറിയാതെ പോലും തല കുലുക്കല്ലേ. എന്നാ നീ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഫോർഗ്രൗണ്ടിൽ നടക്കുമ്പം ബാക്കി നിൽക്കുന്ന ആള് സാധാ പറഞ്ഞ ഇങ്ങനെ ആക്കിയ അയാൾ അതിൽ ഉൾപ്പെട്ടു. എന്നാൽ അയാൾ മിണ്ടാതിരിച്ച ഇയാൾക്ക് ഇത് പ്രതിഷേധിച്ചു കൂടെ, മിണ്ടരുതെന്ന് പറഞ്ഞുകൂടെ ചോദിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ സിറ്റുവേഷനോട് അഡാപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എന്തായാലും പെട്ടു. അല്ലാതെ വേറെ ഒന്നുമില്ല. വിഴുങ്ങിപ്പോയ ഒരു കാര്യം ഞാൻ എടുത്ത് ചോദിച്ചോട്ടെ, ഈ ബേസിൽ ജോസഫിന്റെ തിരഞ്ഞെടുപ്പുകളെ പറ്റി എന്താ? ഭയങ്കര ബ്രില്യന്റ് ചോയ്സസ്. അതെ അതെ, ബ്രില്യന്റ് ചോയ്സസിന് മാതൃകാപരമാക്കേണ്ട ഒന്നല്ല ഇന്ന് വളർന്നു വരുന്ന ഏതൊരു അവൻ അസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അവൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞല്ലോ അല്ലെ, അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ എന്തോ ഒരു സ്റ്റോണാ എന്തോ പറഞ്ഞു, അത് വേറെ യൂട്യൂബ് ചാനലിന്റെ പേരല്ലേ. അതുപോലെ ഞങ്ങളൊക്കെ സുഹൃത്തുക്കൾ. അവൻ നല്ല സിനിമ ചെയ്യുമ്പോൾ അത് നമ്മൾ അതിൽ സന്തോഷം കണ്ടെത്തുന്നു എന്ന് വെച്ചിട്ട് അതിനിപ്പോ എന്താ? അവനൊരു മോശം ചെയ്യുന്നത് നമ്മൾ അതിലും സന്തോഷിക്കുന്നു. അവൻ നല്ലത് ചെയ്യുമ്പോഴും അവൻ എന്ത് ചെയ്താലും സുഹൃത്തായതുകൊണ്ട് ഞങ്ങളൊക്കെ സന്തോഷത്തിനോട് എടുക്കും. അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ തകർച്ചയിൽ അവൻ സന്തോഷിക്കുന്നു, നമ്മുടെ വളർച്ചയിൽ അവൻ സന്തോഷിക്കുന്നു. പക്ഷെ നമുക്ക് വളർച്ച കുറച്ച് കുറവെന്നല്ലേ, സന്തോഷമില്ലേ? സന്തോഷമില്ലേ? ഈ മറുപടിയിൽ നിനക്കത്ര സന്തോഷം? ധ്യാൻ ചേട്ടൻ്റെ ഒരു ഓറ, ധ്യാൻ ചേട്ടൻ്റെ ഒരു കരിസ്മ, ധ്യാൻ ചേട്ടൻ്റെ ഒരു നന്മ, ഇതിനെ പറ്റി നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ പറയാനുള്ളത്? അതെന്തിനാ ഇവിടെ പറയാം? എന്റെ ഓറ പറ്റി പറയാനല്ലോ. ദിവദർശൻ 2 വാക്കുകൾ അദ്ദേഹത്തിന്റെ ഓറ. അതിനെ കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല. അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ആള് സൂപ്പറാ.
ഒബ്വിയസ്ലി നല്ല എനർജറ്റിക് സെറ്റ് ആയിരുന്നു. ഞാൻ ഇതിപ്പോ കഴിഞ്ഞ ഇന്റർവ്യൂലൂടെ പറഞ്ഞേ ഉള്ളൂ ഞാൻ. അപ്പം ഷാഡി ചേട്ടനോട് ഞാൻ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്തു. അധികം കോമ്പിനേഷൻ ആർക്കുമില്ല. അപ്പം ഒബ്വിയസ്ലി നല്ലൊരു എനർജറ്റിക് സെറ്റ് തന്നെയായിരുന്നു അപ്കേഷയുടെ സെറ്റ്. ഭയങ്കര എല്ലാവരും ഫണ്ണായിട്ട് വർക്ക് ചെയ്തൊരു ബ്രോ എൻജോയ് ചെയ്തില്ലേ? ഡെഫിനറ്റ്ലി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനൊരു തുടക്കക്കാരനെന്ന് എനിക്ക് നല്ല ഇവരുടെ എല്ലാം കൂടെ അഭിനയിക്കുക ഒരു എക്സ്പീരിയൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ബിഗ് തിങ് ഫോർ മീ. സോ അടിപൊളിയായിരുന്നു. പെട്ടെന്ന് ഈ ക്രിക്കറ്റ് കളി കഴിഞ്ഞിട്ട് അവരോട് ഒന്നും ചോദിക്കില്ലേ? പടത്തിന്റെ പ്രൊഡ്യൂസറും കൂടിയാണ്. അത് മാത്രമല്ല ഇത് ചെയ്തേക്കുന്ന വേഷം ഇതൊന്നുമല്ല. റിച്ച് ലുക്ക് പിടിക്കാൻ ഇങ്ങോട്ടേക്ക് ട്രെൻഡി ആക്കിയത്. ഞാൻ പറഞ്ഞതല്ലേ മോനെ വേണ്ട. നല്ല ഹോട്ടൽ. ഞാൻ ഇവിടെ നിന്ന് തുടങ്ങാം. നമ്മുടെ ജീവിതത്തിൽ ഒരു തോൽവിയിൽ പെട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഓക്കെ ആണോ? നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു? ആപ് കൈസേ ഹോ എന്ന് ചോദിക്കുന്ന ഒരാളുണ്ടോ ജീവിതത്തിൽ? ഓബിയസ്ലി അങ്ങനത്തെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് നല്ല. അപ്പം അങ്ങനെ ഹിന്ദി സുഹൃത്തുക്കൾ തന്നെ ഉണ്ട്. ഹിന്ദി സുഹൃത്തുക്കൾ? ഞാൻ NIT നാഗ്പൂരിലാണ് സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചത്. 4 കൊല്ലം മഹാരാഷ്ട്രയിലായോണ്ട് ഹിന്ദി മറാഠി കൂട്ടുകാരാ കൂടുതലും. മലയാളത്തിൽ അപ്പം ഉണ്ട്, സുഹൃത്തുക്കളുണ്ട് നല്ല. മറാഠിയിൽ മലയാള സിനിമയുടെ ഭാവി വാഗ്ദാനമാണ് ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞത്. മറാഠി എനിക്ക് അറിയത്തില്ല. എന്താ പറയുന്നത്? ഹിന്ദിയിൽ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാവുന്നു. ഏകദേശം പറയൂ, ജീവിതത്തിൽ അങ്ങനെ ഒരു തോൽവി പെട്ട് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കാര്യം ട്രൈ ചെയ്തു, അത് പക്ഷെ വർക്കായില്ല, അപ്പോൾ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ എന്താ തോന്നുന്നതെന്ന് ചോദിക്കുന്ന അങ്ങനെ ജെന്യൂൻ ആയിട്ട് ഒരാളുണ്ടോ? എല്ലാരും അത് തന്നെ ചോദിക്കാറുള്ളൂ. ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചോണ്ടിരിക്കുന്നത്. നമ്മൾ ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോ എനിക്ക് മാറ്റി ചോദിക്കുന്ന കേൾക്കാൻ പറയും തെറ്റായ ഒരു തീരുമാനം എടുത്തിട്ട് അത് പാളിപ്പോയെന്ന് മനസ്സിലാക്കുമ്പോ കൂടെ ഒരു കൈ ഇങ്ങനെ വെച്ചിട്ട് നീ ഓക്കെ ആണോ അപ് കൈസേ ഹോ എന്ന് ചോദിക്കുന്ന അങ്ങനെ ഒരു തോൽവി എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. തോൽവിയല്ല, പക്ഷെ എല്ലാ തീരുമാനവും തെറ്റായിരുന്നു. ആദ്യത്തെ 10 തവണ കൂട്ടാൻ ചോദിച്ചു നീ എന്തെങ്കിലും കാണിച്ചു. എനിക്കതൊരു ജീവിതത്തിൽ പിന്നെ തോൽവി അത് സ്ഥിരമാകുമ്പോൾ അതൊരു നോർമലൈസ് കാര്യം, അതൊരു പുതിയ കാര്യമാകുമ്പോഴല്ലേ ഉള്ളൂ. ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞ നേരത്തെ 2 വ്യത്യാസമുണ്ട്. തോൽവി ജീവിതത്തിൽ തോറ്റുപോകുക എന്ന് പറയുന്നത് പറയും, പ്രൊഫഷണലി സിനിമ തോറ്റുപോകും. സിനിമ ഒരു ഗാമ്പിളാണ്. സിനിമക്ക് സക്സസ് ഉണ്ടാവും, ഫെയിലിയർ ഉണ്ടാവും. അത് ഒരു എന്താ പറയണ്ടേ, ആ സംഭവിക്കുന്ന സിനിമ നമ്മളെ കൂട്ടാൻ ഞാൻ മാത്രം എടുത്തൊരു തീരുമാനത്തിന്റെ പുറത്ത് തോറ്റു പോകുന്നല്ലോ. അതിന്റെ സംവിധായകൻ, അതിന് എഴുതിയ ആൾക്കാർ, അത് ബന്ധപ്പെട്ട പ്രൊഡ്യൂസർ എല്ലാം എന്റെ സോൾ റെസ്പോൺസിബിലിറ്റിയോ എന്റെ തോൽവി മാത്രമല്ലല്ലോ. അത് എല്ലാം ഷെയർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ ജീവിതത്തിൽ തോറ്റുപോയോ? ഒരിക്കലും ഇല്ല. ഞാൻ ഇൻഡസ്ട്രിയായി മാറി. സിനിമ ഇല്ലാത്ത സമയത്ത് എന്നെ വിളിച്ച് സിനിമ ചോദിക്കുന്ന ചില ആൾക്കാർ എന്നെ ഇവിടെ ഇരുന്ന് മാത്രമല്ല ഇതേ ഐഡിയോളജി ഫോളോ ചെയ്ത് ഞാൻ ഇനി നിന്റെ വഴിക്ക് പോകണം എന്റെ തോൽവികളെ കുറിച്ച്. കാരണം ഞാൻ തോറ്റിട്ടില്ല. എല്ലാ പൈസയിലും ഞാൻ പടത്തിൽ ഞാൻ ശമ്പളം കൃത്യമായി വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട്. എന്റെ മിക്ക പ്രൊഡ്യൂസർമാർ എന്നോട് ചോദിച്ചു നോക്ക്, എന്റെ കൂടെ അവർ തോറ്റുപോയ ആൾക്കാർ എന്നോട് വീണ്ടും സിനിമ ചെയ്യാൻ റെഡിയാണ്. തോൽവിയെ ഹരമാക്കി ഓരോ പടവും നിർത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നീ കണ്ട എന്റെ തോൽവി ചർച്ച ചെയ്യാനാണോ നമ്മൾ? പാരലൽ ഇൻഡസ്ട്രിയുടെ പാരലൽ ഇൻഡസ്ട്രി പൊളിഞ്ഞിരിക്കുകയാണ്. അത് സത്യാവസ്ഥയാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞാൻ അതിന് പേരിട്ടിരുന്നു DS ഫുഡ് എന്ന് പറഞ്ഞിട്ട്, ഹോളിവുഡ് പോലെ DS ഫുഡ്. അത് മുണ്ടിൽ ചെതലരിച്ചു. അതിലൊരു അംഗമാണ് ഒരു തലമൂത്തംഗം. എന്റെ ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ആളാണ് ഇവിടെ നിന്ന് പറയുന്നത്. പക്ഷെ ഇനിയുള്ള ഞാൻ പറഞ്ഞിരുന്നു, ഇനിയുള്ള കാലം എല്ലാ കാലവും ഇങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇനിയുള്ള കാലം
കയോസിലവിടെ നമ്മൾ ക്രൈസിസിൽ നിൽക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അതുകൊണ്ട് തന്നെ ആ ബാറ്റൺ ഞാൻ ഏറ്റെടുത്തു. ആ ചോയ്സ് തന്നെ പുള്ളി ഭയങ്കര അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചൂസ് ചെയ്യും. സീരിയസ്ലി ഞാൻ ഇനി ചൂസ് ആവില്ല. പക്ഷെ ചൂസ് ആവുന്നതിന് മുന്നേ ഒരു 3-4 കൊല്ലത്തേക്ക് പഠനങ്ങളുണ്ട് അതെല്ലാം ചൂസ് ചെയ്യുന്ന ഗ്യാപ്പ് ഒരു 4 വർഷത്തേക്ക് തള്ളാൻ പറ്റും. കാരണം ഇതൊക്കെ ചെയ്ത് വെച്ചുപോയി. അതൊക്കെ ഇനി ചൂസ് ചെയ്യാകുമ്പോഴായിരിക്കും അപ്പോഴുള്ള പടങ്ങളായിട്ട് കൂട്ടിക്കൊഴിഞ്ഞു പോകും. ചിന്തിക്കരുത്. അപ്പോ ചൂസ് ആയി വരുമ്പോഴേക്കും ഒരു 3 വർഷം എടുക്കും. അതായത് നല്ല മാങ്ങകളുടെ ഇടയിൽ ഒരു കേടായ മാങ്ങ ഇരുന്നാലെല്ലാം കേടാവെന്ന് പറയുന്ന. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ കാര്യം പറഞ്ഞ ഒരാൾ തോറ്റു പോകുന്ന സമയത്ത് ഇപ്പൊ ഇവരൊന്നും എന്റെ അളിയനും മാമന്മാരും ഒന്നുമല്ല എനിക്ക് സിനിമ കൊണ്ട് തരാൻ അല്ലേ. ഇത്രയും പടങ്ങൾ പൊട്ടുന്നു, തോറ്റു പോകുന്നു. ഞാൻ പല സ്ഥലത്തും ചോദിച്ചു എന്തുകൊണ്ട് എനിക്ക് വീണ്ടും പടം. ഒരു പടം ഇവിടെ ഒരാളുടെ ഒരു ആക്ടറിന്റെ ഒരു ഡയറക്ടറിനെ പൊട്ടിക്കഴിഞ്ഞാൽ അയാൾ ഫീൽഡ് ഔട്ട് ആയി എന്ന് പറയുന്ന കാലത്താ വീണ്ടും വീണ്ടും പടങ്ങൾ. എത്ര പടങ്ങളാ? 13 പടം കഴിഞ്ഞ വർഷം എന്ന് പറയുന്നു. അതിന് മുന്നത്തെ വർഷം 12 പടം എന്ന് പറയുന്നു. അത് എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് അത്രയും പടമില്ല? എന്തുകൊണ്ട് എനിക്ക് ഇത്രയും പടം? അതെന്റെ ഉത്തരം നീ പറ. അത് പറഞ്ഞിട്ട് കാരണം ഒരാൾ തോറ്റുപോയി, 2 പടം തോറ്റു, പൊട്ടി, ഇതെല്ലാം പൊട്ടി. പലതും പൊട്ടി. വർഷങ്ങൾക്ക് ശേഷം ഓടി ഉടൽ എനിക്ക് അത്യാവശ്യം. അപ്പൊ നമ്മളെ റേഷ്യോ നോക്കുമ്പോൾ നമ്മുടെ പടങ്ങളുടെ ഓടുമ്പോൾ എനിക്ക് അത് ഇഷ്ടപ്പെടാത്തോണ്ട് ഞാൻ തന്നെ പറഞ്ഞു. അപ്പൊ ഓടുന്ന നമ്മുടെ ചെയ്യുന്ന പടങ്ങളുടെ എണ്ണം കൂടുതലാകുമ്പോഴാണ് ഈ പ്രശ്നം. അപ്പൊ എണ്ണം കൂടുതലാകുമ്പോൾ ഈ റേഷ്യോ കുറയും. അപ്പൊ ഞാനും വളരെ ചൂസ് ചെയ്തിട്ട് ഞാൻ നോക്കി കഥ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതൊക്കെ പറ്റും. അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിനോടൊരു അഭിനിവേശമോ കാരണം എനിക്ക് സിനിമയിൽ തന്നെ വേറെയും തൊഴിലുകൾ അറിയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ എനിക്ക് ഓൾട്ടർനേറ്റ് കരിയർ ഓപ്ഷൻ അതൊന്നും അറിയാത്ത ചില ആൾക്കാർക്ക് ഇവിടെ തന്നെ ഇരുന്ന് കാരണം എന്റെ ഐഡിയോളജിനെ ഫോളോ ചെയ്യുന്ന എന്റെ ഡിസൈപ്പിൾ എന്നെ ഇവിടെ വന്ന് കുറ്റം പറഞ്ഞു. അതിന് ശക്തമായ പ്രതിഷേധം അറിയിക്കും. ഈ ഒരു യാത്രയിൽ വളർന്നു വരുന്ന ചില അവതാരകരെ കൂടി ആക്ടേഴ്സ് ആക്കാന്നുള്ള ഒരു ചിന്ത അതെങ്ങനെ വന്നു? നല്ലൊരു അടുത്ത പടത്തിൽ നീ വരണമായിരിക്കും. നല്ലൊരു സാധനമാണ്. അവരെ കൂടി കൂട്ടാം. അവരെ കൂടി അതൊരിക്കൽ ഇവന്റെ അടുത്ത് അളിയാ അല്ല പറയാ ഇങ്ങനെ കൂടുതൽ കൂട്ടുകാരെ കൂടി ചാൻസ് കൊടുക്കാൻ ഒരു സിനിമ. ഈ കഥ ശരിക്കും എൻ്റെ സുഹൃത്തിന്റെ ജീവിതത്തിൽ നടന്നൊരു ഇൻസിഡന്റാ. അപ്പൊ അതിൽ ഉണ്ടായിട്ടുള്ള ഈ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരെന്ന് ഉണ്ടായിട്ടുള്ള ആ കൂട്ടുകാർ, അതിൽ ഒരാൾക്ക് മിക്കവർക്കും ഒരു പൊതു സ്വഭാവം ഉണ്ടാവുമല്ലോ. അതിലൊരാൾക്ക് ജീവയുടെ ശൈലിയും ജീവൻ്റെ ആ സമയത്ത് ഞാൻ വ്ളോഗുകളും ആങ്കർ ചെയ്യുന്ന ഷോകളൊക്കെ നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന സമയത്ത് ആ ക്യാരക്ടറുമായിട്ട് എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരാളാണ് ജീവ. ഓക്കെ, ഒരു എനർജി, ജീവയുടെ ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് ഞാൻ ജീവനോട് പറഞ്ഞാൽ നീ എന്താണോ അങ്ങനെ തന്നെ വന്നാൽ മതി. കാരണം ഒരു ബാച്ചിലേഴ്സ് പാർട്ടി അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിടയിൽ നടക്കുന്ന ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ക്യാവോസ് ഉണ്ടാവുന്നു. അത് ചൊല്ലി ഇപ്പം ഹാങ് ഓവറൊക്കെ പോലെ നമ്മൾ അത്രയും വലിപ്പമില്ല. കാരണം ബിക്കോസ് ഒരു ഓവർ നൈറ്റ് ഒരു 1 നൈറ്റ് സ്റ്റോറിയാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഒരു രാത്രിയുടെ കഥയാണ്. എന്ന് വെച്ചാൽ ആ പാർട്ടി നടക്കുന്നു, അതിലൊരു പ്രശ്നം ഉണ്ടാവുന്നു. ആ പ്രശ്നത്തിൻ്റെ പേരിൽ സെക്കൻഡ് ഹാഫ് ഓഫ് ദ പടം പോലീസ് സ്റ്റേഷനിലാവുന്നു. അവിടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ, ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെ ഒരു കൂട്ടുകാരൻ്റെ ജീവിതത്തിൽ ഞാൻ നടന്നു എന്ന് പറഞ്ഞു. പറയുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ട്, എന്ത് സംഭവം എന്നുള്ളതും അത് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് നമ്മളിത് സിനിമയാക്കിയത്. അപ്പം ഞാനിത് അച്ഛനോട് പറഞ്ഞപ്പോഴും ഇതെല്ലാം ഈ കഥ ഡിസ്കസ് ചെയ്ത സമയത്തൊക്കെ ഇത് സിനിമയാക്കണോ, ചില കഥകൾ ചില ഇൻസിഡൻസ് പോലും നമ്മൾ എന്തിനും സിനിമയാക്കണം. പ്രത്യേകിച്ച് നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും രീതിയിൽ അത് എക്സൈറ്റ് ചെയ്യിപ്പിക്കുകയോ എന്തെങ്കിലും രീതിയിൽ ഇത് ചെയ്യാതെ നമ്മൾ അതെന്ത് കാറ്റർ ചെയ്യുന്ന ഓഡിയൻസ് എന്താണ്, നമ്മൾ എത്രത്തരം സിനിമയാണ്, പ്രത്യേകിച്ച് നമ്മൾ അഭിനയിക്കുന്ന സിനിമ പോലെയല്ലല്ലോ നമ്മൾ എഴുതുന്ന സിനിമ. അഭിനയിക്കുന്ന സിനിമയാകുമ്പോൾ ഞാനത് ജോലിയായിട്ടേ കാണുന്നുള്ളൂ. എൻ്റെ വരുന്ന സിനിമകൾ എൻ്റെ സുഹൃത്തുക്കളുടെ സൗഹൃദത്തിൻ്റെ പുറത്ത് ഞാൻ അഭിനയിക്കുന്ന സിനിമകളുണ്ട്. എനിക്ക് എന്ന് അറിഞ്ഞിട്ടും ഞാൻ അഭിനയിച്ച സിനിമകളുണ്ട്. അതൊക്കെ ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ എഴുതുന്ന സിനിമയാകുമ്പോൾ അതിന് നമുക്കൊരു ആഡഡ് ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെയുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഞാൻ എഴുതുന്ന അല്ലെങ്കിൽ ആലോചിക്കുന്ന കഥകളിൽ കുഞ്ഞു കഥയായത് ഇപ്പോൾ ആലോചിച്ചിരുന്ന അല്ലെങ്കിൽ ഇനി ചെയ്യാൻ വെച്ചിരുന്ന സിനിമകളൊക്കെ വലിയ ഇതിനിടയിൽ കുഞ്ഞു കഥയായിട്ട് ആലോചിച്ചതും ഒരു ചെറിയ ഇതിൽ സ്കെയിലിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആക്ടേഴ്സ്, നമുക്ക് അടുത്തറിയാവുന്ന ആൾക്കാർ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ രമേശ് ചേട്ടനോട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ദിവ്യനാണ് ഈ പ്രൊജക്റ്റ് തുടക്കത്തിൽ ഇനീഷ്യേറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ദിവ്യനോട് പറഞ്ഞ അളിയനൊരു പരിപാടി ചെയ്യണം, നവാസ് നമ്മുടെ സുഹൃത്താണ്. അതൊക്കെ കഴിഞ്ഞ് ഇവരൊക്കെ ആയതിനു ശേഷമാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയിട്ട്
ഇത് ഈ കഥ പിച്ച് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഞാൻ അച്ഛനോട് ഇനീഷ്യലി ഒരു ഡിസ്കഷൻ എന്നുള്ളത് ഈ സംഭവം ഇൻട്രസ്റ്റിംഗ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ മാത്രം പോയതാണ്. കാരണം വൺ നൈറ്റ് സ്റ്റോറി ആകുമ്പോൾ നമുക്കിത് എത്രത്തോളം വർക്കാവുമെന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വലിയ സ്കെയിലിൽ സിനിമ ഉണ്ടാകുന്ന സമയത്ത് ഈ കഥയ്ക്ക് എന്താണ് പ്രസക്തി, ഈ കഥ ഏത് രീതിയിലാണ് കാറ്റർ ചെയ്യുന്ന ഓഡിയൻസ്, എന്ത് രീതിയിലാണ് ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് കൊടുക്കുന്നത്. പക്ഷേ നമുക്ക് ഇപ്പോൾ ജനമൻ പോലത്തെ സിനിമകളും അല്ലെങ്കിൽ ഒരു രാത്രിക്കുള്ളിൽ ഒതുങ്ങുന്ന സിനിമകളൊക്കെ ഓടിയത് ചരിത്രം വളരെ കുറവുമാണ് നമ്മളങ്ങനെ നോക്കുമ്പോൾ. അത്തരത്തിൽ സിനിമകൾ വരുന്നത് തന്നെ കുറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ ഈ ഇൻസിഡൻറ്റിന് മാത്രമേ പ്രസക്തിയുള്ളൂ. കാരണം ഒരു 1 hour 40-45 minutes ഡ്യൂറേഷനിൽ നിൽക്കുന്ന ഒരു രാത്രി നമ്മൾ പറഞ്ഞു പോകുമ്പോഴും നമുക്കതിനൊരു ഡ്യൂറേഷൻ ഉണ്ടല്ലോ, അതിനകത്ത് പറഞ്ഞ് തീർക്കണം. കാരണം വലിച്ചു നീട്ടിയാലും. അപ്പോൾ ആ ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞത് ഒരു സിനിമയാവുന്നൊരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ അച്ഛനടുത്ത് ഇത് പിച്ച് ചെയ്തപ്പോഴാണ് പുള്ളിക്കത് വർക്കായെന്ന് വെച്ചാൽ ആ ഇൻസിഡൻറ്റും ആ സംഭവം വർക്കായപ്പോഴേക്കും പുള്ളി അതിൽ ഞാൻ ചോദിച്ചു, അതിനൊടുവിലാണ് ഞാൻ ചോദിച്ചത് ഇത് അച്ഛൻ അഭിനയിക്കുമോ എന്ന് ചോദിക്കുന്നതും പുള്ളി ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഇതിന് നമുക്കൊരു കോൺഫിഡൻസ് വന്നു. ഓക്കെ, ഇതിലെ ആ എലമെൻറ്റ് മാത്രം അത് വളരെ ഭംഗിയായിട്ട് നമ്മൾ വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര ടെക്നിക്കലി ബ്രില്യൻ്റ് ആണെന്നോ ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്നുമല്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഇൻസിഡൻറ്റ്, വളരെ ഒരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള നമുക്ക് അതിൻ്റേതായിട്ടുള്ള രസങ്ങളും തമാശകളുണ്ട്. ഇവരുടെയൊക്കെ പെർഫോമൻസിൽ, ഇവരുടെയൊക്കെ ഇതിനകത്ത് ചിരിക്കാനുള്ളൊരു സ്പേസ് ഉള്ളൊരു സാധനമാണ്. വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ളൊരു അവസ്ഥയിലൂടെ കടന്നുപോയ ഒരു ഇൻസിഡൻ്റ് ആണ് അവനെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി റിയൽ ലൈഫിൽ. പക്ഷെ നമ്മളതിനെ വളരെ ഹ്യൂമറസ് ആയിട്ടും നമ്മുടെ ഒരു ടൈപ്പ് ഓഫ് സിനിമയാക്കിയിട്ടും, അല്ലെങ്കിൽ ഒരു മോഡേൺ ഡേ കഥയാണ് ആക്ച്വലി സ്പീക്കിംഗ്. കാരണം ഇത് നടന്നിട്ട് അധികം വർഷമൊന്നും ആയിട്ടില്ല. ഒരു ബാച്ചിലേഴ്സ് പാർട്ടി നൈറ്റിൽ ഒരു സുഹൃത്തുക്കൾ ഉണ്ടാകുന്ന ഒരു ചെറിയ സംഭവത്തിനിടയിൽ അതൊരു ഇഷ്യൂ ആയി മാറുന്ന ഒരു ഏർബൻ സെറ്റിങ്ങിൽ നമ്മൾ പറയാൻ പറ്റുന്ന ഒരു കഥയായിട്ട് ഫീൽ ചെയ്തു. സോ ആൾക്കാർക്ക് ഏതെങ്കിലും രീതിയിൽ ഇത് കണക്ട് ആയി കഴിഞ്ഞാൽ അത് തിയേറ്ററിൽ വർക്ക് ആവുന്നതാണ് ഒരു വിശ്വാസം. ചേട്ടാ വലിയ നൈസ് സാധനമല്ലേ? ഒരു 4 ചോദ്യത്തിനുള്ള സാധനം. അതാകുമ്പോ ഇതിന്റെ ഈ ഇളകിയാടുന്ന അജു അതിനെ ആസ്വദിക്കുന്ന ആളുകളുണ്ട്. വിനീതേട്ടൻ ഉൾപ്പെടെ അജു ചേട്ടൻ പ്രതീക്ഷിക്കുന്ന ധ്യാനൊക്കെ പ്രതീക്ഷിക്കുന്ന ഇളകിയാടൽ അജു ആണ്. അപ്പുറത്ത് ഹെലനുണ്ട്, KCF ഉണ്ട്, സിനിമകളുണ്ട്, ഫീനിക്സ് ഉൾപ്പെടെയുള്ള സിനിമകൾ ഉണ്ടെങ്കിൽ പോലും ഇളകിയാടൽ അത് നമുക്ക് കാണാൻ പറ്റുമോ ആ കൈസേ ഹോയിൽ? ഇല്ല. പക്ഷേ സാഹചര്യത്തിൽ നന്നായി ഇളകുന്നുണ്ട്. രമേശ് ചേട്ടൻ്റെ എൻ്റെയും കഥാപാത്രം എങ്ങനെയാ പോകുന്നത്, ഒരു പോലീസുകാരാണ് 2 പേര്. അവർ ഈ കഥയിലോട്ട് സെക്കൻഡ് ഹാഫിലാണ് കയറുന്നത്. ഇതൊരു ക്രൈമായി മാറുമ്പോൾ ആണ് പോലീസിൻ്റെ എൻട്രി വരുന്നത്. അതിലൊരു സാധ്യത മനസ്സിലാക്കി ഇദ്ദേഹത്തോട് ഒരാൾ നല്ലവനും ഒരാൾ മോശവും, എന്നാൽ ഇയാൾ മോശമാകുമ്പോൾ ഇയാൾ നല്ലവനാക്കി ഒരു സൈക്കോളജിക്കലി ഒന്ന് പ്രതിയോട് ഉള്ളൊരു പെരുമാറ്റം ഉണ്ടല്ലോ, അത് രസകരമായ ഇൻസിഡൻസ് ആണ്. വളരെ ജോവിയലായിട്ടുള്ള ജീവിതം നമ്മൾ സ്റ്റേജിലും വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിന് അപ്പുറത്തേക്ക് ചില കഥാപാത്രങ്ങളെ കണ്ടിരുന്നു. ഇപ്പൊ അനുമനൻ ലീഡ് റോളിലെത്തിയ കുറ്റാന്വേഷണ സിനിമയിലൊക്കെ വേഷമൊക്കെ നമുക്ക് ഒരിക്കലും പിടി കിട്ടാത്തതായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അതോ ഇത് ഒരു ഫൺ സോൺ ഓപ്പൺ ആയ ഏരിയ ആണ്? ഇത് ധ്യാൻ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഞാനായി നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയ ഫ്രണ്ട്സാണ്, ഒരു ബാച്ചിലർ പാർട്ടിയാണ്. അപ്പോൾ അവിടെ കാണിക്കുന്ന അല്ലുവിളിത്തലം എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഓളത്തിൻ്റെ അപ്പുറത്തേക്ക് ഇതൊരു പ്രശ്നമായി പോകുന്ന ഒരു കുറച്ച് തീരുമാനങ്ങൾ നമ്മൾ ഓളത്തിൻ്റെ പുറത്തെടുക്കും. അങ്ങനെ ഇതേപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് വർഷങ്ങൾക്ക് ശേഷം ഒരു കൂട്ടുകാരൻ്റെ ബാച്ചിലർ പാർട്ടി കാണുന്നു, ഓളം വെക്കുന്നു. ഓളം വെട്ടിൻ്റെ മുകളിലേക്ക് പിന്നെ ഈ ആഘോഷം അതിരി കിടക്കുമ്പോൾ നമ്മളൊരു ഒരു കാര്യത്തിൽ ചെന്ന് ചാടും. അപ്പോൾ അവിടെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആ രാത്രി ആ നിൽക്കുന്ന ആൾക്കൊരു ട്രോമയാണെങ്കിൽ കാണുന്ന ആൾക്കാർക്ക് ഈ ഇവൻ്റെ പിന്നെ പരാക്രമം കാണുന്നൊരു ചിരിയാണ്. അത് ഈ സഹായിക്കാൻ വരുന്നവൻ്റെ ആണെങ്കിലും പ്രശ്നത്തിൽ നിൽക്കുന്നവൻ്റെ ആണെങ്കിലും. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ ഞാനായിട്ട് നിന്നുകൊണ്ട് ഫുൾ ഒച്ചയിൽ സംസാരിക്കുക, എനർജി ആകുക, അതൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ സമയത്ത് സീനൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഡയലോഗിൻ്റെ സമയത്ത് എൻ്റെ അഞ്ചേട്ടൻ പറയും, നമുക്കിവിടെ എന്താണോ പറയാൻ പറ്റുന്നത്, എങ്ങനെയാണ് നിനക്ക് നിൻ്റെ രീതിയിൽ പറയാൻ പറ്റുമോ, അങ്ങനെ ചെയ്യും. അപ്പം കുറച്ചുകൂടെ എനിക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയത് അങ്ങനെയാണ്. ദിവ്യദർശൻ ഒരു ലോഞ്ച് ആയിരിക്കും, അത് പ്രോപ്പർ ലോഞ്ച്. ഇതുവരെ കാണാത്ത ദിവ്യദർശനം എന്തായാലും കാണാൻ പറ്റും. അത് വിൻറ്റേജ് മുകേഷ് ചേട്ടനൊക്കെ ഞങ്ങൾക്ക് പല സീനുകളിലും മുകേഷ് അങ്കിളിനോ എനിക്കായിക്കോട്ടെ അജുനായിക്കോട്ടെ ജീവകായി നമുക്ക് ഡബ് ചെയ്ത സമയത്തും നമ്മൾ കണ്ട ബോഡി ലാംഗ്വേജ് ഒക്കെ ഒരു ഡെയ്വിളിയുണ്ട്. അല്ലല്ല, ഇതിന്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഫ്രീഡം ധ്യാനും ഡയറക്ടറും തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ആദ്യം തന്നെ ഈ പാർട്ടി ആണ് ഫസ്റ്റ് പടത്തിന്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ ഇത് എത്രത്തോളം ചെയ്യുമെന്ന് എനിക്കും ഒരു ധാരണയില്ലായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു വേഷം ഞാൻ അഭിനയിച്ച്
കാരണം നമ്മൾ റീസെന്റ് ഹ്യൂമർ നമ്മളിപ്പോ ഹ്യൂമർ കുറച്ച് ചെയ്ത് തുടങ്ങി കഴിഞ്ഞതിന് ശേഷം ഡിഫോൾട്ട് ആയിട്ട് ഉള്ളിലൊരു സാധനം ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാനത് ദിവ്യനെ നമ്മൾ അങ്ങനെ സിനിമയിൽ ഇതിന് മുന്നേ ഹ്യൂമർ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ആ ഏരിയ. അപ്പൊ അത് ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു ആകാരം വെച്ചിട്ട് അതിന് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലുക്ക് ആൻഡ് ഫീൽ അല്ല, അതിനെ ബ്രേക്ക് ചെയ്ത രീതി. ആ പാർട്ടി എനിക്കൊന്ന് പുള്ളി റിയൽ ആണെന്ന് വിചാരിച്ചു. ഞങ്ങൾ തമ്മിലുള്ള ഒരു ഫൈറ്റ് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം. ഇവർ രണ്ടുപേരും ഇവർ രണ്ടുപേരും ഭയങ്കര ബോയിങ് ഫീൽ ചെയ്തു. ആ രണ്ടുപേരെ കണ്ട പോലെ എനിക്ക് ഇവരെ കണ്ടത്. എന്താണ് ടൂടി ഈ പറഞ്ഞ പോലെ ഒരു ലോഞ്ച് ആയിരിക്കും, 2 Men ശേഷം കിട്ടുന്നൊരു പ്രോപ്പർ ക്യാരക്ടർ ആയിരിക്കും. എന്ന് പറയാം. പോലീസ് സ്റ്റേഷനകത്തുള്ളൊരു കള്ളൻ്റെ വേഷമാണ്. അപ്പം അവിടെ പോലീസ് സ്റ്റേഷൻ നടക്കുന്ന ചെറിയ കുസൃതികളും കാര്യങ്ങളുമാണ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പം കാണാം, 28-ന് കാണാം. അത് അധികം പറയാൻ പറ്റില്ല. അത് ചേട്ടാ, ഇപ്പോൾ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് നമുക്കറിയാമെങ്കിലും ഇപ്പോൾ ഒരു മദ്യപാന സദസ്സിലായിരിക്കും പലപ്പോഴും ഗ്യാതറിങ്ങിൽ ആളുകൾ മനസ്സ് തുറക്കുന്നതും ആളുകളുടെ ശരിക്കുള്ള ക്യാരക്ടർ വെളിയാവുന്നതും എന്നുള്ള കാര്യം എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ പണ്ട് പല തുറന്നു പറച്ചിലുകളും നടത്തിയിട്ടുള്ളത് ഇപ്പൊ കുറച്ച് മണിക്കൂർ മുന്നേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഇൻടോക്സിക്കേറ്റഡ് ആകുമ്പോഴാണ്. അപ്പോൾ അതില് എന്താണ് ഇപ്പൊ ചോദ്യം എന്താണ്? ഐ മീൻ അങ്ങനത്തെ സദസ്സുകള് നമ്മൾ കുറച്ചുകൂടെ ഓപ്പൺ ആക്കാൻ, അതായത് നമ്മൾ ഒരാളുടെ ഒരു ക്യാരക്ടറാണെന്ന് വിചാരിക്കണ്ടോ, അയാൾ ഭയങ്കര ടെററാന്ന് വിചാരിക്കും, ചിലപ്പോൾ ആക്ച്വലി അയാൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ സോഫ്റ്റ് ആണെന്ന് വിചാരിക്കുന്ന ആൾ ചിലപ്പോൾ ഭയങ്കര കാൽക്കുലേറ്റഡ് ആയിരിക്കും. ഇതൊക്കെ തുറന്നു വരുന്നത് ഒരു മദ്യപാന സദസ്സിലായിരിക്കും. ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കല്ല നമ്മൾ. അങ്ങനത്തെ സദസ്സുകളുണ്ട്, അങ്ങനെ പറയാം. അങ്ങനത്തെ സദസ്സുകളിൽ ഭാഗമായിട്ടുണ്ടോ? അങ്ങനെ അതിലെ മെയിൻ ആളൊക്കെ അതിന്റെ ഖജാൻജിയും സെക്രട്ടറി ട്രഷറൊക്കെ ആരാ ഒരു കാലത്ത് നല്ല രീതിയിൽ ഇതിന്റെ പേരിൽ എനിക്ക് ഓർമ്മ വരുന്നത് അറിയാമോ, ഭാഷയിലൊക്കെ ഉള്ള കട്ടില്ലേ, ഭാഷ അങ്ങനെ ഒരു പാസ്റ്റ് ഉള്ള മനുഷ്യനാണ് ചോദിക്കുന്നത്. കോളേജ് കാലം തൊട്ട് ഞാൻ കണ്ട കാലം തൊട്ട് ഇപ്പൊ അടുത്താണ് മാറ്റങ്ങൾ സംഭവിച്ചത്. ഇപ്പൊ അടുത്ത് 2 വർഷമായി. 2 വർഷം. ഇതിന് മുന്നേ ഉള്ള നീ ചോദ്യം ചോദിച്ചില്ല, നീ ഇപ്പൊ ലിറ്ററലി എയറില് സീസർ അടിച്ചാൽ ഞാൻ സീസർ ആണെന്ന് പറഞ്ഞ പോലെ രാജാവ് ബാഹുബലി കണ്ടിട്ട് കഥ ഇവിടെ ഒന്ന് പറഞ്ഞോട്ടെ, അത് ഞാൻ ഇവിടെ പറഞ്ഞില്ല. അടുത്ത 1 മില്യൺ ലോഡിംഗ് പറഞ്ഞത് ബിടെക് എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ട് നടക്കുന്നു. ആ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഒരു വലിയ ഓപ്പൺ ഗ്രൗണ്ടില് സിറ്റിയുടെ നടുക്കിനെ ബാംഗ്ലൂർ വെച്ചിട്ട് ഒരു പ്രൊട്ടസ്റ്റിനെതിരെ പോലീസുകാർ ഇവരെ ഓടിക്കുന്നതാണ് സീക്വൻസ് കണ്ടു കാണും ബിടെക്കില്. അപ്പൊ അവിടെ ജൂനിയർ ആർട്ടിസ്റ്റ് 150 ആൾക്കാരോളം വന്നിട്ട് ഇത് അടിച്ചുകൊണ്ടിരിക്കുക, ഈ പിള്ളമാരെ ഇവരെയൊക്കെ ഓടിക്കുക. ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ഡയറക്ടറായ മൃദുൽ അന്ന് ഒന്നുമില്ല, അവര് ടൈമിങ്ങും ഇതൊക്കെ തെറ്റി തുടങ്ങിയ മൃദുൽ വന്നിട്ട് എന്തോ കാരണം ഇവർക്കൊരു കോർഡിനേറ്റർ ഉണ്ടാവും. ആ കോർഡിനേറ്ററാണ് ജൂനിയർ ആർട്ടിസ്റ്റ് മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ മൃദുൽ വന്നിട്ട് ഇയാളുടെ അടുത്ത് ചൂടാകും, ഇയാളൊന്ന് ജസ്റ്റ് തള്ളി മൃദുൽ ഡയറക്ടർ. അപ്പൊ അവനെ അങ്ങനെ ഉദ്ദേശിച്ചാക്കിയെന്നല്ല, ഇവര് ഭയങ്കര ശുഭിതരായിട്ട് ഇവര് സെറ്റിലുള്ള ആസിഫ്, നിരഞ്ജന, അപർണ ബാലൻ ഇവരെയൊക്കെ പിടിച്ച് അടിക്കാൻ തുടങ്ങി. അവിടുത്തെ ലോക്കൽസ് അല്ലേ, വാർത്തകളുണ്ടാവും. പക്ഷെ ഒരാള് മാത്രം അടി കൊണ്ടു. ഞാൻ നടക്കുന്ന സമയത്ത് ഒരാള് മാത്രം അവിടെ ഇല്ല, കാരവാനില്ല, റെസ്റ്റിലാണ്. ബാംഗ്ലൂർ ആകുമ്പോ എന്ത് ചെയ്തിട്ട് കാരവാനിൽ ഇരിക്കാന്ന് ഊഹിച്ചൂടെ? ബാംഗ്ലൂരിൽ അതിന് തലേ ദിവസം കണ്ട സിനിമ അടുത്ത 5 ദിവസം കണ്ടത് ബാഹുബലി ആയിരുന്നു. ഓക്കെ, പുള്ളി കണ്ടത്. അപ്പൊ മനസ്സിൽ ഫുള്ള് പ്രഭാസ് ആണെന്നുള്ളൊരു മനസ്സിൽ ചിന്ത മൊത്തം ഞാൻ പ്രഭാസ് ആണെന്നുള്ളതാണ് ചിന്ത. സംഭവം ഇവരെല്ലാം പരവര ഓടി രക്ഷപ്പെട്ട് കെട്ടുന്ന വണ്ടികളിലൊക്കെ കയറിപ്പോയി. ഒരാള് കാരവന്റെ ഡോറ് ചവിട്ടി തുറന്ന് ഈ 150 ആൾക്കാരെടുത്ത് വാടാന്ന് പറയാ, അടി കൊണ്ട് വിളിച്ചതും അവര് വന്നു. അവരല്ലേ ബാക്കിയുള്ള ആൾക്കാരെ കിട്ടാത്തതിനെ ദേഷ്യത്തിനൊക്കെയാണ്. അങ്ങനെ ഒരാളെ പിടിച്ച് 100 ആൾക്കാരുടെ അടി കൊണ്ട് നിന്ന മനുഷ്യനോട് നീ ചോദിക്കുക, അങ്ങനെ ഒരു എന്തെങ്കിലും ആള് സൈക്കോ. ഞാനിതുപോലെ കണ്ട ഒരു സാധനമുണ്ട്. ഞാനൊരു സിനിമ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണം നെക്സ്റ്റ് ഡേ. അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞ ദിവസം ഒന്നും കൊടുക്കണം. ഇങ്ങനെ ഒരു സിനിമ കുറേ വർഷം മുന്നെയാണ്.
അപ്പോൾ പ്രൊഡ്യൂസർ ഇതാകുന്ന പ്രൊഡക്ഷൻ കൺട്രോളറാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ കൺട്രോളർ എല്ലാ ദിവസവും വരും, ഇവർ ഇന്നും ഇതുപോലെ വൈകുന്നേരങ്ങളിൽ മദ്യപിക്കും. അപ്പോൾ ഞാൻ അന്ന് ആ സമയത്ത് മദ്യപിച്ചുകൊണ്ട് ഞാൻ നിർത്തിയിട്ട് ഏകദേശം കുറച്ച് സമയമായില്ല. അപ്പോൾ ഞങ്ങളൊക്കെ മദ്യപിക്കും. അപ്പോൾ കൺട്രോളർ ഇതേപോലെ ഞങ്ങളുടെ വന്ന് ഇന്ന് 2 എണ്ണമൊക്കെ അടിച്ചിട്ട് രാത്രി ഓക്കെ ഗുഡ് നൈറ്റ് എന്നൊക്കെ പറയും. അപ്പം സദാ ചോദിക്കും ഇതേപോലെ അല്ലാണ് പരിപാടി നാളെ ഇടാൻ മോനെ എന്നൊക്കെ പറഞ്ഞ് പോകും. അങ്ങനെ മദ്യപിക്കാനൊക്കെ വരും, കമ്പനി അടിക്കാനൊക്കെ വരും. പിന്നെ ഇതില്ല, പൈസ ഇല്ല. അപ്പോൾ ചെറുങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇതായി. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഇന്നൊരു സാധനം ചെയ്യും, അവനെ ഇന്ന് എൻ്റെ കൈ കിട്ടുമല്ലോ എന്ന്. അപ്പോൾ സംഭവം വെച്ചാൽ നമ്മുടെ തൊട്ടപ്പുറത്തെ റൂമിലാണ് ഇയാളൊരു വിഗ് വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ വലിയ വിഗ്ഗാ. അപ്പോൾ ആ സെറ്റിലായിക്കോട്ടെ, ഇയാൾക്ക് മറ്റേ സ്വാഭാവികമായിട്ടും പെണ്ണുങ്ങളൊക്കെ ഉള്ള സെറ്റിൽ ഇയാൾ വിഗ് സെറ്റ് ചെയ്ത് കറക്റ്റായിട്ട് സുന്ദര കുട്ടപ്പനായിട്ടേ വരുള്ളൂ. അപ്പോൾ ആർക്കും അറിഞ്ഞൂടാ ഈ വിഗ് ഇത് വിഗ്ഗാണെന്നുള്ള, പലർക്കും അറിയാത്ത കുറച്ച് ചില പേരുണ്ടാവില്ല. അത്ര പെർഫെക്ഷനാ. ആ ഭയങ്കര ഓഞ്ഞ വിഗ്ഗാണെങ്കിൽ പോലും പുള്ളി ഇതാകെ ഊരി വെക്കുക. അപ്പൊ പൈസ കൊടുക്കുന്നില്ലല്ലോ, ഊരി വെക്കുക. ഈ കുളിക്കുന്ന സമയത്ത് പുള്ളിയുടെ റൂമിൽ പോയിട്ട് പൈസ തരാത്തതിന്റെ പേരില് ആ വിഗ് ഒരു കവറിലിട്ടോണ്ട് അടിച്ച് ഫിറ്റ് ആയിട്ട്. അപ്പൊ എന്നോട് പറഞ്ഞില്ല, മറ്റൊരു സാധനമായിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് അടിക്കുക, കൊടുക്കൂലാണ്. അപ്പൊ ഞാൻ എന്താ സംഭവം. അടുത്ത കട്ട് ഞാനത് ഫോണൊക്കെ വന്നിട്ട് കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ഇയാള് തോർത്തുമുണ്ട് ഇട്ടിട്ട് കോറിഡോറിൽ ഓടുക. അതിന്റെ എന്താ ഇതിന്റെ അജു എന്റെ വിഗ് ഓടിപ്പോവാ. ഏതോ ഒരാളുടെ വിഗ് അയാളെ കൊണ്ട് ഓർമ്മയില്ല. ഓടിച്ചോടിച്ച് കാശുരത്തിന്റെ പേരിൽ ഒരാളെ മാനസികമായിട്ട് ഇതിനപ്പുറം ഉണ്ടല്ലോ. ജീവ എന്തായിരുന്നു? ഒരു ഓർഗനൈസർ ആയിരുന്നോ, അതോ നിൽപ്പനായിരുന്നോ, അതോ ഒരു ക്രഷറായിരുന്നോ, എന്തായിരുന്നു? കൊള്ളാം. ഇതൊക്കെ ക്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ക്രഷർ എന്ന് വെച്ചാൽ മിച്ചറൊക്കെ ക്രഷ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഇരിക്കുന്നു. ഞാൻ ആദ്യം പിന്നെ ടച്ചിങ്സ് തന്നെയായിരുന്നു. അപ്പൊ ക്രഷർ. ഇപ്പം തീരെ മദ്യപിക്കാത്ത ആളൊന്നും അല്ല. എന്റെ ക്ലോസ് ഫ്രണ്ട്സിന്റെ കൂടെ കൂട്ടത്തിൽ കൂടാൻ അടിക്കും. വെറുതെ കള്ളം പറയാൻ വേണ്ടി നീയൊന്ന് പറഞ്ഞു അല്ല, ആബ്കായിസയുടെ സമയത്ത് മദ്യപിക്കലായിരുന്നു. അത് ഞാൻ ചേട്ടൻ അറിയാവുന്ന. ഇപ്പം പക്ഷെ ഇപ്പൊ ഓർമ്മ അടിക്കുന്ന വെച്ചാൽ എന്താ ഓർമ്മ അടിക്കും. അല്ല, ഇതൊക്കെ കൺട്രോളിൽ ഒരു അണ്ടർ കൺട്രോളിലുള്ള ആൾക്കാർ. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം കൂടെ പറയുന്നു, നമ്മൾ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഗവൺമെന്റ് ഉണ്ട്, അതുകൊണ്ടല്ലേ വിൽക്കുന്നേ. ശരി. ഒരു ഓർഗനൈസർ ആയിരുന്നോ അതോ ഒരു എന്നെ പറ്റി പറയട്ടെ? അല്ലല്ല, അയാള് നല്ലൊരു സഹൃദയനാണ് ഈ ഒരു കാര്യത്തില്. പുള്ളി പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ഓർമ്മ പോലും ഇല്ല. കാരണം എന്നെ പറ്റി പറയാൻ ഓർമ്മയുണ്ടെങ്കിൽ പിന്നെ എന്റെ അതേ കുറിച്ച് പുള്ളി പറഞ്ഞേക്കുന്ന ഒരു അടിപൊളി കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് തന്നെ പറഞ്ഞേക്കുന്നത്, സദാ ഈ കുപ്പിയായിട്ടുള്ള മത്സരം നിർത്തും. സദാ ഈ മത്സരം തുടർന്നാൽ എല്ലാ ദിവസവും കുപ്പിയെ ജയിക്കാറുള്ളൂ. കാര്യം കുപ്പി വീണ്ടും വരും, സദാ തീരും. അപ്പം അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാലത്ത് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് കുഞ്ഞിരാമായണം ചെയ്ത് റൂമിലിരിക്കുന്ന സമയത്ത് പുള്ളി അന്ന് നിർത്തിയത് എനിക്കൊന്ന് അതായിരുന്നു പുള്ളിയുടെ അവസാനത്തെ ഒരു ഓർമ്മയിലെ ഒരു വലിയ അടി. എന്റെ പ്രധാന പ്രശ്നം വെച്ചാൽ ഇപ്പൊ പറഞ്ഞുതരും. രൂപേഷ് ഉണ്ടെന്ന്, ഇതാണ് എന്റെ പ്രശ്നം. ഓക്കെ, ഇപ്പൊ രൂപേഷ് ഉണ്ട്. രൂപേഷ് ചേട്ടൻ ഇങ്ങനെ സംസാരിക്കുകയാണ്. രൂപേഷ് ചേട്ടൻ പറയാ ശ്രീനി സാറിന് രൂപേഷ് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. അവരിത്ര മറ്റേ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് അന്നെന്താ കാര്യം ബേസിലുണ്ട്, ടോവി ഉണ്ട്, ടോവി വന്നിട്ടുണ്ട്, രൂപേഷ് ചേട്ടനുണ്ട്, അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങളുടെ റൂമിൽ എല്ലാവരും പാലക്കാടാണ്. അപ്പോൾ ഞാൻ മതി വെച്ചിട്ടുണ്ട്. സാധാ ഒരു കസേരയിൽ ഇരിക്കുക. കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ രൂപേഷ് ചേട്ടൻ നിന്നുകൊണ്ട് സംസാരിക്കുക. രൂപേഷ് പീതാംബരൻ. രൂപേഷ് ചേട്ടൻ വീട്ടിലൊക്കെ സ്ഥിരം വരുന്നതാണ്. കാരണം മറ്റേ ഈ പടം ഉണ്ടല്ലോ, മറ്റേ രൂപേഷ് ചേട്ടൻ തീവ്രം അച്ഛൻ ഉണ്ടായിരുന്നു. രൂപേഷ് ചേട്ടൻ അച്ഛൻ്റെ ഒരു പെറ്റിനെ പോലെ. അപ്പം ഞാൻ വീട്ടിൽ വരുന്ന കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. കുറേ ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കാണുമ്പോൾ ഒരു ഓർമ്മ പുതുക്കലോ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം തോളത്തൊക്കെ കയറ്റി ഇങ്ങനെ സ്നേഹിക്കുക. ഇങ്ങനെ ഞാൻ കവിളിലൊക്കെ തൊട്ടിട്ട് സ്നേഹപ്രകടനം. ഞാൻ പറയാം പുള്ളിയുടെ അടുത്ത്, അച്ഛൻ മൂത്ത മോനെ, എന്റെ അച്ഛന്റെ മൂത്ത മോനാണ് നിങ്ങൾ, ചേട്ടനാണ് നിങ്ങൾ, അപ്പൊ എന്റെ എല്ലാം. എന്നോട് തിരിഞ്ഞിട്ട് സദാക്കി അറിയോ, എന്റെ അച്ഛന്റെ മൂത്ത മോനാണ് പറഞ്ഞു നിൽക്കുന്നു. പെട്ടെന്ന് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ബാക്കിൽ രൂപേഷ് ചേട്ടൻ പെട്ടെന്ന് അപ്പൊ ഞാനല്ലേ ഒരാളോട് സംസാരിക്കണം.
അല്ല, മൂത്ത മോൻ. അച്ഛന്റെ മൂത്ത മോൻ. എന്റെ കുഴപ്പം ഇത്രേ ഉള്ളൂ ഇത്. അതായത് വെറുതെ ഞാനേ, ഇരിക്കുമ്പോ ഞാൻ ഞാനൊന്നിപ്പോ മാറിക്കളയാം. ഞാൻ അല്ലാതെ അടി ഉണ്ടാക്കാൻ പോകും, തല്ല് കൊള്ളുന്ന പരിപാടി ഇതല്ലാതെ വേറെ കച്ചറ വർത്തമാനം. കാരണം ഈ തല്ല് കൊടുക്കുന്ന ആൾക്കാരില്ലേ, ആ കൂട്ടത്തിലുള്ള നമ്മള് ഇതല്ല. അന്ന് നിർത്തി. പക്ഷെ ഇതൊരു മികച്ചൊരു തീരുമാനമായി പോയി. ഈ കൂട്ടത്തിൽ 1ാം സമ്മാനം കിട്ടേണ്ട ആളോട് ചോദിക്കാത്ത എന്താ? ഇല്ലല്ല, അത് പുള്ളിക്ക് ഓർമ്മകളില്ല. കാരണം മാഞ്ഞു പോയി ഈ ജീവിതം ലഹരിയായതിന്റെ ഭാഗമായിട്ടാണോ? അല്ലല്ല, ലഹരിയാണ് ജീവിതം. പറയൂ. രാത്രി ഞാൻ അതിന്റെ കാര്യങ്ങൾ പറയാം. എന്നെ ചില ദിവസങ്ങളിൽ പണ്ട് കുറച്ച് ദിവസം മുന്നേ വരെ അളിയൻ പാതിരാത്രിക്ക് വിളിക്കും. രാത്രി വിളിക്കുന്ന സമയം അദ്ദേഹം വിളിക്കും, അളിയാ സമയം നോപ്പാ. സമയം നോക്കാം 12:30. അപ്പൊ എന്റെ രാത്രിയാകുമ്പോ എന്റെ ഭാര്യ ഒരു സമയം കഴിഞ്ഞപ്പോ അളിയൻ ഇടക്കിടക്ക് അടുപ്പിച്ച് വിളിക്കും. ചില ഒരു സീസണൊക്കെ ആകുമ്പോ രാത്രി വിളിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ അളിയന്റെ ഫോൺ വരുമ്പോൾ ഞാൻ കുറച്ച് മാറിപ്പോകുമ്പോൾ അక్కడ സ്വാഭാവികമായിട്ടും മോളൊക്കെ ആയതിനു ശേഷം ഞാൻ നേരത്തെ കിടന്നുറങ്ങുമല്ലോ. അപ്പൊ ഭാര്യക്ക് ഞാൻ ഇടക്കിടക്ക് ഫോൺ മാറ്റി കൊടുത്തിട്ട് ഞാനിങ്ങനെ അളിയാതെ ഞാൻ ഒരു ഇരുട്ടത്താണല്ലോ ഫോൺ വരുന്നു, ഞാൻ എടുക്കുന്നു. രാത്രിയാണെങ്കിൽ അളിയന്റെ ഫോൺ വരുമ്പോൾ എടുക്കും. കാരണം അളിയന് വേണ്ട മോട്ടിവേഷനാണ്. എന്റെ കയ്യിൽ ഒരുപാടുള്ളതും എന്തായാലും അത് ആവശ്യത്തിനുണ്ട്. ഞാനാണെങ്കിൽ അടി നിർത്തിയിട്ട് കുറെ കാലായി. രാത്രി അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു പതിവാ. കറക്റ്റ് അളിയൻ വിളിക്കും. അപ്പം ഞാനും ഒരു അടിയിൽ എന്തെങ്കിലും ഒരു ആരായിക്കോട്ടെ എന്നുള്ളതിൽ അളിയൻ എന്താ ഇന്ന് പ്രശ്നം? അളിയ ഫുൾ പ്രശ്നങ്ങളാണ് പലതും. ജീവിതം തന്നെ ഇങ്ങനെ വഴിമാറി തിരിഞ്ഞ് അങ്ങനെയുള്ളൊരു അവസ്ഥ. ഞാൻ അളിയ ജീവിതം നമ്മൾ രാത്രി 1 മണിക്ക് ഒരാവശ്യമില്ലാത്ത വിളിയും ആവശ്യമില്ലാത്ത മോട്ടിവേഷനും. മറ്റേ ക്ലാസിക് ഡയലോഗ് ഉണ്ടോ, ഞാൻ കുടിച്ചോണ്ട് പറയല്ലോ. അല്ലല്ല, പുള്ളി എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നു, ഞാൻ മോട്ടിവേഷൻ കേൾക്കും. മനസ്സിലായി. സത്യം എന്നോട് ആദ്യം ഒരു ചോദ്യം ചോദിക്കുള്ളൂ, പിന്നെ ഞാൻ 1/2 മണിക്കൂർ മോട്ടിവേഷൻ. ഓക്കെ, ഗുഡ് നൈറ്റ്. അങ്ങനെ ജീവിത പ്രശ്നങ്ങളൊക്കെ മാറാറുണ്ടോ? മാറും, മാറിയല്ലോ. അതുകൊണ്ടാണ് ഡെയിലി അടിക്കുന്നത്. ഡെയിലി അടിച്ചാൽ മാറും. ഡോണി കുറച്ചുകൂടി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഞാൻ ഇറങ്ങട്ടെ. ഹെൽത്ത് കോൺഷ്യസ് അല്ല. Actually, I'm not that health conscious, but you know. അല്ലല്ല, മലയാളത്തിന്റെ ഈ പ്രായത്തിലല്ലേ ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റും. ഫ്രീ ആയിട്ട്. അങ്ങനൊന്നുമില്ല. ധ്യാൻ ചേട്ടനൊക്കെ എന്റെ പ്രായത്തില് അറിയാലോ. അപ്പൊ അത്യാവശ്യം കഴിയും. ഇനി നമുക്ക് അടുത്ത പടത്തിലേക്ക് വരാം. വിജയം മാറി. ലെജൻഡ് എന്താ വിചാരിക്കുന്നത്? ഇതൊക്കെ പിള്ളേരുടെ കാലല്ലേ, അതാണ് മനസ്സിലായി. എന്നെ ഇപ്പൊ നിനക്ക് ഏകദേശം മനസ്സിലാക്കണോ? നിനക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയത് എന്നെ ആയിരിക്കുമല്ലോ ചിലപ്പോ. എന്റെ അച്ഛന്റെ ഇതേ എന്റെ അച്ഛന്റെ ആ മനുഷ്യന്റെ മുഖത്ത് ആ സമയത്ത് വന്ന ആ ഞെട്ടല് ഞാൻ കണ്ടു. പുള്ളി അന്ന് നിർത്തിയെന്നാ കേട്ടത്. കാരണം വെച്ചാ അദ്ദേഹം പലപ്പോഴും പ്രതികരിച്ചിട്ടില്ല. സിറ്റുവേഷൻ ശ്രദ്ധിക്കണം. അന്യായം കാണുമ്പോ അന്യനാണ്. അന്യായം തെറ്റ് നടക്കണം. അതെ അതെ. ഒരു സ്ഥലത്ത് ഇപ്പൊ പൈസ ചോദിച്ചിട്ട് പറ്റിക്കുന്നു, തരുന്നില്ല, തെറ്റ് സംഭവിച്ചില്ലേ? അതെ. അവിടെ ഒരു അനീതി നടന്നു, പ്രതികരിച്ചു. അതേ സമയത്ത് അവരെ തല്ലിയതിൽ ഇവര് തിരിച്ചു തല്ലി. ഒറ്റക്ക് നിന്ന് പ്രതികരിച്ചു. ഈ സൈഡ് മുഴുവൻ പ്രതികരിച്ചു. അങ്ങനെ ഒരു അനീതി നടക്കുമ്പോ ഒരു അവതാര പിറവി പോലെ അദ്ദേഹം ഉള്ളിലും പ്രഭാസനെ കരാന്തയിലൂടെ ഓടുക. പക്ഷെ കയ്യില് വാളിന് വരെ വിഗ്ഗായിരുന്നു. ഒരു കാലത്ത് പലതും വേണ്ടിയിരുന്നില്ല എന്ന് ഇവനാണല്ലോ. പിന്നെ എല്ലാം നടക്കേണ്ടതാണ്. എന്നതാ വിഗ് തിരിച്ചു കൊടുത്തത്? കൊടുത്തതാണോ? അല്ലേ ഇവിടെ ചോദിക്കാതെ ഇവിടെ ചോദിക്ക്.
പലരെയും ഞാൻ അങ്ങനെ പ്രതികരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും സാമൂഹിക പ്രതിബദ്ധതയോടുള്ള ഒരാളാണ് സത്യം. ആദ്യമായിട്ടാണ്. അത് ചേട്ടാ, ഈയിടെയായി വളരെ പക്വതയുള്ള ഒരുപാട് നിലപാടുകൾ, ഇനി നിനക്കത് ഇത്രയൊക്കെ അറിഞ്ഞിട്ടും നിനക്കിത് എങ്ങനെ ചോദിക്കാൻ തോന്നി. ഒരുപാട് പക്വതയുള്ള നിലപാടുകൾ, ഒരുപാട് പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറയുന്ന അജു വർഗീസിനെ കാണുന്നുണ്ട്. ഭയം തീരെ ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കാരണം ഇപ്പൊ ആ മദ്യത്തിന്റെ സപ്പോർട്ട് പോലും വേണ്ട. കാരണം ഇപ്പൊ അനീതി കാണുമ്പോ എന്ത് കണ്ടാലും അപ്പൊ സ്പോട്ടിൽ എന്താ നിനക്ക് അറിയേണ്ട ചോദിച്ചോ അപ്പൊ പ്രതികരിക്കും. എന്തെങ്കിലും വേണോ ചെറുതായിട്ട്? കുറേ നിലപാടുകൾ കടുപ്പിക്കണം, അല്ലെങ്കിൽ നിലപാടുകൾ തുറന്നു പറയണം, അങ്ങനെ ഉള്ള ഒരു സ്പേസിൽ എത്തിയെന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ തൊഴിൽ മേഖലയെക്കുറിച്ച് വന്ന കാര്യമായതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു പ്രതികരണം അറിയിച്ചു. നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യത്തിലും തീർച്ചയായിട്ടും ഒരു വ്യക്തിക്ക് അഭിപ്രായം പറയാൻ സാധിക്കില്ല. കാര്യം അത്രയേറെ വാർത്തകൾ നമ്മുടെ ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലത്ത് നമ്മൾ അതിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ചെയ്യുന്ന ജോലി ചെയ്യാൻ പറ്റില്ല. അത്രയേറെ ഉണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നത്. എൻ്റെ തൊഴിൽ മേഖലയെ സംബന്ധിച്ച് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ക്രിറ്റിസിസംസ് അല്ലെങ്കിൽ അലിഗേഷൻസ് പോലുള്ള കാര്യങ്ങൾ അല്ലേ, അതൊരു സമൂഹം, ഒരു നടന്മാരൻ അടങ്ങുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിയൊക്കെ ജനറലൈസ് ചെയ്ത് പറയുകയും 2024 പോലത്തെ ഒരു ഏറ്റവും പ്രൗഡായിട്ട് വർഷത്തെ അതിൻ്റെ നല്ലതിനെ കാണാതെ പതിവ് പല്ലവികൾ പാടുമ്പോൾ വരുന്ന ഒരു സങ്കടം അത്രയും.